എപ്പോഴും ഞാനല്ല എൻ്റെ ചാനലിൽ വീഡിയോ ഇൻട്രോ കാര്യങ്ങള് സംസാരം എല്ലാം തന്നെ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കലുണ്ട്, എന്താണ് അരുണേട്ടനൊന്നും സംസാരിക്കാതെ എന്തൊന്നും പറയാത്തേന്ന്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ആള് തന്നെ പറയും. അപ്പൊ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ആള് ഇൻട്രോ എടുക്കുന്നതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഡിഫറൻസ് എന്നുള്ളത്. അപ്പൊ ഇൻട്രോ പറഞ്ഞോ, റെഡി 1 2 3 പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ അബുദാബിയിൽ നിന്ന് ദുബായ് മാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 hour 10 minutes 120 കിലോമീറ്റർ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. പിന്നെ നമ്മളധികം ഇൻക്ലൂഡ് ആവാത്തതെന്ന് വെച്ചാൽ നമുക്ക് ആസ്വദിക്കാനേ അറിയുള്ളൂ, ആസ്വദിപ്പിക്കാനേ അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കേണ്ട വെച്ചാൽ മിണ്ടാണ്ടിരിക്കണേ. ആള് തന്നെ സമ്മതിച്ചു ആള് ഭയങ്കര ബോറിംഗ് ആണെന്നുള്ളത്. പിന്നെ ആൾക്ക് കൂടുതൽ എന്താ പറയാ, ഇങ്ങനെ ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിളിച്ചു പറയണമെന്ന് അറിയില്ല. അതുകൊണ്ടുള്ള ഒരൊറ്റ പ്രശ്നമാണ്. ഞാനാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാണ്ടാണ് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. സത്യമാണ്. ആളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ചിന്തിച്ച് മനസ്സിലാക്കി പറയുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം പോകും. അതുകൊണ്ടാണ് ആള് മനഃപൂർവ്വം മാറി നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത്. വേറെ കുഴപ്പമൊന്നുമില്ല. ആരും പെർഫെക്റ്റ് ഒന്നല്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലേ പഠിച്ചു വരുന്നതും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ ഇതേ ദുബായ് മാളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ട്രാഫിക് കണ്ടോ, കേറുന്നിടത്ത് തന്നെയുള്ള ഇത് കണ്ടോ. ദൂരെയായിട്ട് നമുക്ക് ബുർജ് ഖലീഫയൊക്കെ കാണാം. വാവ്, അടിപൊളി. ദുബായ് മാള് കണ്ടോ, രാത്രി ആകുമ്പോഴത്തേക്ക് ഫുള്ള് ലൈറ്റൊക്കെ തെളിയിച്ചിട്ട്. നമുക്കിനി ആദ്യം തന്നെ പോയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം. ഇപ്പം ഇതേ നമ്മളിതേ പാർക്കിങ്ങിലേക്ക് പോവാണ്. ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവില്ല എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളത്. ദിവസേന ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളും റെസിഡൻസ് ആണെങ്കിലും ഇവിടെ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടുന്ന കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഈ ഒരു മാളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്രയും അധികം. നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോകും ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ കാണുമ്പോൾ. ഏകദേശം ഈ ദുബായ് മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 1.25 മണിക്കൂറോളം പരതിയിട്ടാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ. അപ്പം നമ്മളിപ്പോൾ ഇതേ ദുബായ് മാളിലേക്ക് എൻ്റർ ചെയ്ത് ഇവിടെ UAE സാറ്റർഡേ സൺഡേ ഒക്കെ ഓഫ് ഡേയ്സ് ആണ്. അതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് പാർക്കിങ്ങിന് പോലും. ഈവൻ മാളിൻ്റെ ഉള്ളിൽ പോലും ഭയങ്കര തിരക്കാണ്. നമ്മുടെ ദുബായ് മാളിലെ മേജർ അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ കാണുന്ന വലിയ അക്വേറിയം. ശരിക്കും ഇത് പുറത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഫ്രീ ആയി നിന്നിട്ട് ഈ അക്വേറിയം നമുക്ക് കാണാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ 10 അക്വേറിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2ാം സ്ഥാനം നമ്മുടെ ഈ ദുബായ് മാളിലെ അക്വേറിയത്തിനാണ്. ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അണ്ടർ വാട്ടർ സൂവിലേക്കും കയറണമെങ്കിൽ എക്സ്ട്രാ ചാർജ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ സ്കൂബ ഡൈവിംഗ് ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ ചാർജസും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ സൈറ്റിൽ കയറി നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവരുടെ കൗണ്ടർ ഉണ്ട്. അവിടെ ചെന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഈ അണ്ടർ വാട്ടർ സൂം അതേപോലെ തന്നെ ഡൈവിങ് പിന്നെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും. ദുബായ് മാളൊക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമൊക്കെ എടുത്തിട്ട് വരണം. പിന്നെ അത്രയധികം നടന്ന് കാണാനുണ്ട്. ഈവൻ നമുക്ക് ഷോപ്പിംഗ് പർച്ചേസിങ് മാത്രമല്ല, പിന്നെ സിനിമ, ഫുഡ്, പിന്നെ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ദുബായ് മാളിൽ ഒരുവിധം മിക്ക ബ്രാൻഡുകളുടെ ഷോപ്പിങ്ങിൻ്റെ ആ ഒരു ഔട്ട്ലെറ്റ്സ് എല്ലാം തന്നെയുണ്ട് ഇവിടെ. അതുകൊണ്ടായിരിക്കും ഇവിടെ ഇത്രയും തിരക്കും സംഭവങ്ങളൊക്കെ. ദുബായ് മാളിലെ മറ്റൊരു മേജർ അട്രാക്ഷൻസിൽ ഒന്നാണ് ഇവിടുത്തെ വാട്ടർ ഫൗണ്ടെയിൻ ഷോ. 3 ലോക റെക്കോർഡുകൾ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന സുന്ദര നിമിഷം കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്ന് നമ്മുടെ ദുബായ് മാള്, സെക്കൻഡ് ഏറ്റവും വലിയ കെട്ടിടം നമ്മുടെ ബുർജ് ഖലീഫ, 3ാമതായിട്ട് ഏറ്റവും വലിയ വാട്ടർ ഫൗണ്ടെയിൻ ഷോ.
അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഷോ തുടങ്ങാൻ ഈ നിമിഷങ്ങൾ മാത്രമല്ല കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും അധികം ആൾക്കാർ ഈ ഒരു ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഒരു വാട്ടർ ഫൗണ്ടൈൻ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ കുറച്ച് നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഷോ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ ദുബായ് മാള് വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഇവർ ഫ്രീ ആയിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതേ 5 മിനിറ്റ് നേരം നീണ്ടു നിന്ന് ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഷോ തീരാൻ പോവുകയാണ്. അടിപൊളിയല്ലേ കാണാൻ. നമ്മുടെ ദുബായിലുള്ളവർക്ക് അല്ലെങ്കിൽ UAE-യിലുള്ളവർക്ക് ഫ്രീ ആയി വന്ന് കാണാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി തൊട്ട് 11 മണി വരെ ഉണ്ടാവും, ഏകദേശം 30 മിനിറ്റ് ഇടവിട്ടിട്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ ആ ഒരു വാട്ടർ ഫൗണ്ടെയിനും സംഭവങ്ങളൊക്കെ പോയി കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ട്. മ്യൂസിക് ഞാൻ ഓൾറെഡി റിമൂവ് ചെയ്തു, അത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് ഞാൻ വേറെ മ്യൂസിക് അതിലിട്ടത്. അപ്പോൾ ഇനി നമ്മളിത് ഇവിടുത്തെ ഒരു അനദർ അട്രാക്ഷൻ വാട്ടർഫാൾ ഉണ്ട്, അത് കാണാൻ പോവാണ്. ദുബായ് മാള് വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ പിക്ചേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഒരാളിങ്ങനെ എടുത്ത് ചാടുന്ന രീതിയിലുള്ള ഒരു ക്രിയേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദുബായ് മാള് വിസിറ്റ് ചെയ്യാൻ വരുന്ന ഓരോരുത്തരും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കും. ആരും തന്നെ അത് മിസ്സാക്കാറില്ല. അതുകൊണ്ട് തന്നെ മിക്ക സമയങ്ങളിലും ഈ ഒരു പോയിന്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ദുബായ് മാളിൽ ഇനിയും ഒരുപാട് കാഴ്ചകളും ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, അത്രയും അധികം ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ് ഈ ദുബായ് മാള്. നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. പിന്നെ എന്നിട്ട് പോലും ഇത്രയും നേരമായിട്ട് ഇതിൻ്റെ ഭാഗം പോലും കണ്ടു തീർന്നിട്ടില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ദുബായ് മാളിലെ കറക്കും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഷാർജക്ക് പോവാണ്. സമയം പോയത് പോലും അറിഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഈ ദുബായ് മാളിലേക്ക് വരാനാണെന്നുണ്ടെങ്കിൽ മെട്രോ സർവീസും പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ദുബായിൽ അത്രയും ഒരു ഡൗൺ ടൗണിലാണ് ഈ ദുബായ് മാൾ ഉള്ളത്. വരുന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൊക്കെ മുമ്പ് വരാം, ഓഫ് ഡേയ്സിലാണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ വലിയ തിരക്ക് കാണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഡെയിലി ഈ ദുബായ് മാൾ വിസിറ്റ് ചെയ്യുന്നത്. അത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരു പാർക്കിംഗ് ഒരുക്കിയിട്ട് പോലും തികയണില്ല. അപ്പോൾ എന്തോരം ആൾക്കാരെന്ന് പറയുന്നത്, നിങ്ങൾ ആ ദുബായ് മാളിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടിട്ടില്ലേ എന്തോരം തിരക്കാന്നുള്ളത് അല്ലേ. നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.